നമുക്കൊന്ന് ചെന്നൈ വരെ പോയാലോ? സമയം ഭയങ്കര കുറവാണ്. ലെറ്റ്സ് ഗോ ബൈ ഫ്ലൈറ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെന്നൈ പോകുന്നത്. എന്റെ സങ്കല്പത്തിലെ ചെന്നൈയിൽ വീടിന്റെ മുമ്പിൽ കുറെ കോലങ്ങളും എപ്പോഴും മുല്ലപ്പൂവും കുപ്പിവെള്ളയൊക്കെ ഇട്ട് നടക്കുന്ന കുറെ ചേച്ചിമാരും വീടിന്റെ വാതിൽപ്പടിയിൽ മാവിലയും നാരങ്ങയും ഒക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുള്ള ഒരു പിക്ചറാണുള്ളത്. ബൈ ദ ബൈ, ഈ ഇടക്കാലങ്ങളിൽ ഫ്ലൈറ്റിൽ പോകുന്നവര് ഒന്ന് ദൈവത്തെ വിളിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ സ്ഥിരം പ്രാർത്ഥന, അടുത്തിരിക്കുന്ന പാസഞ്ചർ അടിപൊളിയായിരിക്കണമെന്ന്. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ചെന്നൈയിലെത്തി. രാത്രി എന്ത് രസമാണെന്ന് റിവ്യൂ ഒക്കെ കാണാനായിട്ട്. ഓരോ എയർപോർട്ടിൽ പോകുമ്പോഴും അവിടുത്തെ കൾച്ചറൊക്കെ അവിടെ ഇങ്ങനെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ എന്ത് രസമാണല്ലേ. റൂമിലെത്തിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു അടിപൊളി ബിരിയാണി കഴിച്ചേ. സോ ഗുഡ് മോർണിംഗ് ഫ്രം ചെന്നൈ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ചെന്നൈ ഒന്ന് തെണ്ടി തിരിയാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ദാസിന്റെയും വിജയന്റെയും സ്വന്തം ദുബായ് കടപ്പുറം. പണ്ട് എന്തുമാത്രം ആൾക്കാരാണല്ലേ സിനിമ എന്ന് പറയുന്ന സ്വപ്നമായിട്ട് ഈ നാട്ടിലേക്ക് വണ്ടി കയറിയത്. ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചൊരു ഷോപ്പിൽ വന്നതാ. ഇതൊന്നും ഒറിജിനൽ അല്ല ഗൈസ്, ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് പഴങ്ങളാണ്. അതുക്കപ്പുറം കൊഞ്ചം കാലയിൽ എഴുന്നിട്ട് കോയില് പോലെ നനച്ച് ഇവിടെ സാമിക്ക് കൊടുക്കുന്ന പൂവൊന്നും മൊയന്ത് പാക്കക്കൂടാതെ എന്ന് വെച്ചാൽ മണത്ത് നോക്കാൻ പാടില്ലാന്ന്. ഇതാണ് പാർത്ഥസാരഥി ക്ഷേത്രം. ഇവിടെ കൃഷ്ണൻ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആളാണ്. പാർത്ഥനെ പോലെ ഞാനും ജീവിതത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ കൃഷ്ണൻ എൻ്റെ ജീവിതമാകുന്ന രഥം ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ സങ്കല്പത്തിലെ ചെന്നൈയുടെ ചില ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവാണേ. ഫ്ലൈറ്റിൽ ഇപ്പോഴും എൻ്റെ അടുത്തിരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. 2 സീറ്റും കാലിയായിരുന്നു. സോ ഐ ഗോട്ട് ദ വിൻഡോ സീറ്റ്. അവിടുന്ന് പോന്നപ്പോൾ ദേ ഒരു കുഞ്ഞു മഴയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.